ഹലോ, എല്ലാവർക്കും ചാരു എസ് പിയിലേക്ക് സ്വാഗതം. വാഹനപ്രേമികളുടെ ഒരു കംപ്ലൈൻ്റ് ആട്ടോ മാരുതിയെക്കുറിച്ച്. അതെന്താണെന്നറിയാമോ? സേഫ്റ്റി ഇല്ല എന്നുള്ളത്. എന്നാൽ 5 സ്റ്റാർ റേറ്റിങ്ങോട് കൂടിയിട്ട് ഒരു വാഹനം ഇറങ്ങിയിട്ടോ, മാരുതിയുടെ സ്വന്തം ഡിസൈർ. ആ ഒരു വാഹനത്തിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാട് കൂട്ടുപത ഇൻഡസ് മോട്ടോഴ്സിലാണ്. മാരുതിയുടെ ഡീലറാണ് കേട്ടോ. വലിയ ഷോറൂമാണ്. എൻ്റെ സർവീസ് സെൻറ്ററും എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ യാർഡ് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് പുറകെ വശങ്ങളിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് ഫ്രണ്ട് ഡോറെന്ന് തുറന്ന് നമുക്ക് അകത്തേക്കൊന്ന് ചെല്ലാം. നോക്കുന്ന സമയത്ത് അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്, എക്സിക്യൂട്ടീവുകൾ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആരെയും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സീനിയർ ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവിനെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ഹലോ, നമുക്ക് ആദ്യം പേര് തന്നെ തുടങ്ങാം. ചേട്ടാ പേര്? എൻ്റെ പേര് അഹമ്മദ് ഫൈസൽ എന്നാണ്. പാലക്കാട് ഇൻഡസ് മോട്ടോഴ്സിലെ സെയിൽസ് സെക്ഷനിലുള്ള ആളാണ്. നമ്മൾ പറയാൻ പോകുന്ന ന്യൂ ഡിസൈർ, ഇപ്പോൾ ലേറ്റസ്റ്റ് ലോഞ്ചിങ് ആയ ഡിസൈറിനെ കുറിച്ചാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെന്റിൽ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ആദ്യമായിട്ടാണ് മാരുതിയിലുള്ള സെഗ്മെന്റ് ആണ് 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നത് ഈ മോഡലിലാണ്. പിന്നെ ഇതിൽ സേഫ്റ്റി ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. 6 എയർ ബാഗ്സ് പറയുമ്പോൾ നമ്മൾ ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും പിന്നെ കർട്ടൻ എയർ ബാഗ്സും വരുന്നുണ്ട്, സീറ്റിലും വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഇൻബിൽട്ട് വരും. ക്രംബിൾ സോൺ വരുന്നുണ്ട്. ക്രംബിൾ സോൺ പറയുമ്പോൾ നമ്മളൊരു കൊളൂഷൻ സംഭവിക്കുമ്പോൾ ഉള്ളിലുള്ള പാസഞ്ചേഴ്സിന് കൂടുതലൊന്നും ആഘാതം സംഭവിക്കില്ല. പരിക്ക് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ബോഡി അബ്സോർബ് ചെയ്യും. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര മോഡൽ വരുന്നുണ്ട്? നമുക്ക് ടോട്ടൽ 9 വേരിയൻസ് വരുന്നുണ്ട്. 9 വേരിയൻസ് പറയുമ്പോൾ നമ്മൾ മാനുവൽ മോഡല് 4 വേരിയന്റ് ആണ്. അത് സ്റ്റാർട്ടിംഗ് വരുന്നത് LXI ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 6,79,000 നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. എക്സ് ഷോറൂം പ്രൈസ് ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഏറ്റവും നമ്മൾ ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടി ലോവസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് 6,79. പിന്നെ മാനുവൽ മോഡലില് 4 വേരിയന്റ് ആണ്. LXI, VXI, ZXI, ZXI പ്ലസ്. ഏറ്റവും ടോപ്പ് വേർഷൻ ZXI പ്ലസ് ആണ്. അതിൽ തന്നെ ഓട്ടോമാറ്റിക് മോഡ് വരുന്നുണ്ട്, AGS ഓട്ടോ മാനുവൽ ട്രാൻസ്മിഷൻ. അതിൽ വരുന്നത് VXI, ZXI, ZXI പ്ലസ്, അങ്ങനെ 3 വേരിയന്റ് വരുന്നുണ്ട്. ഈ സെഗ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് CNG മോഡലും വരുന്നുണ്ട്. CNG നമുക്ക് VXIയിലും ZXIയിലും മാത്രമേ CNG വരുന്നുള്ളൂ. ചേട്ടാ, നമുക്ക് ഈ CNGയിൽ എത്ര മൈലേജ് വരും? CNGയിൽ വരുന്ന മൈലേജ് ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതലുള്ള മൈലേജ് ആണ്. 33.73 കിലോമീറ്റർ പെർ kgയിലാണ് വരുന്നത് മൈലേജ് വരുന്നത്. ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് CNGക്ക് വരുന്ന ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് 55 ലിറ്ററോളം ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. പെട്രോളിന്റെ ടാങ്ക് കപ്പാസിറ്റി 37 ലിറ്റർ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റിയും വരുന്നുണ്ട്. നമുക്ക് പെട്രോളും CNGയും കൂടി ഇതിൽ ഇൻക്ലൂഡ് വരുന്നുണ്ട്. നമുക്ക് അത് 2 മണി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പെട്രോൾ ഡ്രൈവ് ചെയ്തിട്ട് CNG കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ CNGയിൽ ഡ്രൈവ് ചെയ്തിട്ട് പെട്രോൾ കൺവേർട്ട് ചെയ്യാം. 2 ഓപ്ഷനും വണ്ടിയിൽ തന്നെ ഇൻബിൽട്ട് വരുന്നത് കൊണ്ട് നമുക്ക് യൂസ് ആണ്. നമ്മുടെ ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ ഈ കാണുന്ന വാഹനം ഏത് വേരിയന്റ് ആണ്? ഇപ്പൊ ഈ വേരിയന്റ് വരുന്നത് VXI എന്നുള്ള വേരിയന്റ് ആണ്. VXI പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ LXI ആണ്. LXI, VXI. ഇപ്പൊ എല്ലാ വേരിയന്റിലും നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ്. പ്രൊജക്ടർ LED അല്ല, നോർമലി ഹലോജൻ ആയിരിക്കും LED വരുന്നത്, ഹെഡ്ലൈറ്റ് വരുന്നത്. പിന്നെ ZXI പ്ലസ് പറഞ്ഞ വേരിയന്റ് വരുന്നുണ്ട്. അതിൽ ഹെഡ്ലൈറ്റ് വരുന്നത് LED ലൈറ്റ് വരുന്നത്. അത് ടോപ്പ് വേരിയന്റ് ZXI പ്ലസ് പറയുമ്പോൾ ടോപ്പ് വേർഷൻ ആയിരിക്കും ഉണ്ടാവുക. ഈ ഡിസൈറിൽ നമുക്ക് ഡുവൽ കളർ വരാറുണ്ട്. അല്ല, ഈ മോഡൽ നമുക്ക് ഡ്യുവൽ ടോൺ മാരുതി പ്രസന്റ്ലി ഇത് ലോഞ്ചിങ് ചെയ്തിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ വരുമെന്ന് അറിയില്ല. പിന്നെ ഇതിൽ ഈ സെഗ്മെന്റിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത് വന്നിട്ട് ടോപ്പ് വേർഷൻ ZXI പ്ലസ് പറഞ്ഞ വേരിയന്റിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. അത് നമുക്കിപ്പോ ഈ കോൺസെപ്റ്റിൽ വരുന്ന കാർസിൽ ഏതിലും സൺറൂഫ് ഇല്ല. മാരുതി സെഗ്മെന്റിൽ ഈ മോഡലിൽ സൺറൂഫ് പ്രസന്റ് ലോഞ്ചിങ് ചെയ്തിട്ടില്ല. സ്വിഫ്റ്റ് ഡിസൈറിലൊന്നും നമുക്ക് സൺറൂഫ് വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു മോഡലിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. അതെ, ഈ മോഡലിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ഈ ഒരു ഡിസൈറിൽ നിലവിൽ എത്ര കളർ ഇറങ്ങുന്നുണ്ട്? ഇതിൽ നമുക്ക് 7 കളേഴ്സ് വരുന്നുണ്ട്. 7 കളേഴ്സ് നമുക്ക് ഫസ്റ്റ് വന്ന് അല്ലൂറിംഗ് ബ്ലൂ പറഞ്ഞ കളറാണ്, ലേറ്റസ്റ്റ് ബ്ലൂ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ബ്ലൂയിഷ് ബ്ലാക്ക് വരുന്നുണ്ട്. ഗാലൻ റെഡ് വരുന്നുണ്ട്, അത് ലേറ്റസ്റ്റ് വരുന്ന കളറാണ്. നെഡ്മക് ബ്രൗൺ വരുന്നുണ്ട്. പിന്നെ സ്പ്ലെൻഡർ സിൽവർ വരുന്നുണ്ട്. വൈറ്റ് വരുന്നത് പേൾ ആർട്ടിക് വൈറ്റ് ആണ്. പിന്നെ മാഗ്മ ഗ്രേ. ഇത്ര കളേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. അതിൽ 3 കളേഴ്സ് ലേറ്റസ്റ്റ് ആണ്. ഈ അല്ലൂറിംഗ് ബ്ലൂവും നെഡ്മക് ബ്രൗണും റെഡ് കളറും നമുക്ക് ലേറ്റസ്റ്റിൽ വന്ന കളേഴ്സ് ആണ്. പിന്നെ ഈ ഒരു ഇഞ്ചിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? ഇഞ്ചിന്റെ പെർഫോമൻസ് നമുക്ക് വരുന്നത് Z സീരീസിൽ 12E പറഞ്ഞ ടെക്നോളജിയാണ് ഇഞ്ചിനിൽ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇഞ്ചിൻ കപ്പാസിറ്റി, ഇഞ്ചിൻ CC വരുന്ന 1197 CC ആണ് ഇഞ്ചിൻ കപ്പാസിറ്റി CC വരുന്നത്. ഇതിൽ മാക്സിമം ടോർക്ക് വരുന്നത് 111.7 Nm ആണ് ടോർക്ക് വരുന്നത്. പിന്നെ എമിഷൻ വരുന്നത് BS6 ആണ്. BS6 ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ടെക്നോളജി BS6 വരുന്നത്.
ഫ്യൂൽ എഫിഷ്യൻസി പറയണമെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതലുള്ള ഫ്യൂൽ എഫിഷ്യൻസിയാണ് ഈ ഡിസൈറിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 24.79 km/L ആണ് മാക്സിമം മൈലേജ് വരുന്നത്. അതേസമയം നമുക്ക് അതിൽ തന്നെ ഓട്ടോമാറ്റിക് മോഡലാകുമ്പോൾ 25.71 km/L പറയുന്നുണ്ട്. ഓട്ടോമാറ്റിക് മോഡലിൽ നമുക്ക് മാനുവൽക്കാളും മൈലേജ് കൂടുതൽ പറയുന്നുണ്ട്. പിന്നെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നമുക്ക് 37 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി. നമുക്കൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ മാക്സിമം ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എത്ര ലോങ് പോകാൻ പറ്റും അത്ര ലോങ് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. 37 ലിറ്റർ വരെ നമുക്ക് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഉള്ളത്. ഓക്കെ, ക്രിസ്മസ് വരുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് ഓഫർ വല്ലതും കൊടുക്കുന്നുണ്ടോ? നമുക്കിപ്പോ ഇത് മാരുതിയുടെ പുതിയ ലോഞ്ചിങ് ആയതുകൊണ്ട് മാരുതിയുടെ ഓഫേഴ്സ് ഒന്നും നമുക്കിപ്പോ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്ക് 12-ാം തീയതിയാണ് ഈ ഡാസിലിംഗ് ഡിസയർ പറഞ്ഞ പുതിയ മോഡൽ ലോഞ്ചിങ് ആയത്. ഈ ലോഞ്ചിങ് ആയ ശേഷം തന്നെ ഇപ്പൊ പ്രസന്റ്ലി ഈ ടിൽ ഡേറ്റ് വരെ നമുക്ക് 2000 ബുക്കിംഗ് കവിഞ്ഞു കഴിഞ്ഞു. അപ്പോ മാരുതിയില് ഈ സെഗ്മെന്റ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന മോഡലാണ്. അപ്പോൾ പ്രസന്റ്ലി ഈ സ്കീംസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. പക്ഷെ നമുക്കിപ്പോ ഈ ക്രിസ്മസ് സ്കീമും ക്രിസ്മസ് ന്യൂ ഇയർ സ്കീമായിട്ട് ലോണിനുള്ള സ്കീംസ് വന്നിട്ടുണ്ട്. ഇപ്പോ ഏതൊരു കസ്റ്റമർ വണ്ടി എടുക്കാൻ വരുമ്പോൾ മാക്സിമം ഓൺ റോഡ് 95 to 100% വരെ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മാസം. അപ്പോൾ അതിനുള്ള സ്കീംസ് മാത്രം ഇപ്പോൾ ലോൺ സ്കീമാണ് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ മോഡൽസിനും നമുക്ക് നല്ല സ്കീംസ് ഈ മാസം ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വിഫ്റ്റിനാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് 15, ക്യാഷ് ഓഫർ ഈ മാസം 50 to 55 വരെ ക്യാഷ് ഓഫർ ഉണ്ട്, 55,000 വരെ ഉണ്ട്. പിന്നെ കോർപ്പറേറ്റ് സ്കീം എക്സ്ട്രാ വരും. പിന്നെ മാരുതിന്ന് ഓരോ കിറ്റുകൾ വരുന്നുണ്ട്, ഈ ബോഡി കിറ്റ്, ആക്സസറീസിന്റെ കിറ്റ്, അതെല്ലാം നമ്മൾ ഈ ഓഫേഴ്സിൽ ഈ മാസം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ, നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുവരുന്നവർക്ക് കണ്ടുവന്നു അതിനുശേഷം ഒരു വണ്ടി ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ല ഗിഫ്റ്റ് വല്ലതും കൊടുക്കും? തീർച്ചയായും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ചാരു SP എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ ത്രൂ കണ്ടിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ ഏത് മോഡലായാലും, ഈവൻ ഡിസയർ ആയാലും സ്വിഫ്റ്റ് ആയാലും ഏത് മോഡലായാലും ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ആക്സസറീസ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, തീർച്ചയായും ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ പേര് അഹമ്മദ് ഫൈസൽ എന്നാണ്. ഞാൻ പാലക്കാട് ഇൻഡസ് മോട്ടോഴ്സിലെ സീനിയർ സെയിൽസ് സ്റ്റാഫാണ്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ നോക്കിയിട്ട് വിളിക്കുക. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇത്ര നേരം സമയം എൻ്റെ സ്പെൻഡ് ചെയ്തതിൽ വളരെ താങ്ക്സ്. താങ്ക് യു ബ്രോ. ഈ ഒരു ഡിസയർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ നമ്പറിലൊന്ന് വിളിക്കാം. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമ്മൾക്ക് കാണാം. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.